ഇത് കഴിക്കാത്ത പ്രവാസികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാട്ടോ. എന്താന്നല്ലേ, നമ്മളെ കഫ്റ്റീരിയയിലൊക്കെ കിട്ടുന്ന സാൻഡ്വിച്ച്. അപ്പം അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. സവാള, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ മുട്ടയും ഉപ്പും ഇട്ടുങ്ങാറ്റത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ സാധനമാണ് ഈ ക്രീം ചീസ്. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കുബൂസിലാണ് കേട്ടോ. അപ്പോൾ ഒരു കുബൂസിൽ ഇത് ഒരെണ്ണം തേച്ചാൽ മതി. പക്ഷെ നമുക്കിത് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള കാരണം ഒരെണ്ണത്തിൽ രണ്ടെണ്ണം വെച്ച് തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നല്ല സോഫ്റ്റ് കുബൂസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ചീസ് ഈ കുബൂസിലേക്ക് ഇട്ട് കൊടുക്കാം. കഫ്റ്റീരിയയിൽ അവർ കുബൂസിൽ ഈ ചീസ് തേക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ചെയ്യാനൊക്കെ നോക്കിയെങ്കിൽ കൂടി നമ്മളെ കൊണ്ട് അത് പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്താക്കി, സ്പൂൺ എടുത്തുങ്ങായിട്ട് ഇത് നന്നായിട്ട് ഇവിടെ മൊത്തം തേച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതവിടെ റെഡി ആയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഈ മുട്ട ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ട് സൈഡ് മറിച്ചിടൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ ഇച്ചിരി ഒന്ന് നമ്മുടെ കുബൂസിൻ്റെ വലുപ്പത്തിനൊന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ വലിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, കുബൂസിൽ ചീസ് തേച്ച ഭാഗമില്ലേ അത് ഈ രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മറിച്ചിടാം കേട്ടോ. എന്നിട്ട് അടിഭാഗം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. സംഭവം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. പക്ഷെ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. ഇത് കഴിക്കാത്ത പ്രവാസികൾ ഉണ്ടാവുന്നില്ല. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് ഫില്ലാവും. അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ.